എത്ര ദിവസമായി ഇപ്പോൾ? May 5th? This is day 5. നമ്മൾ ലേയിൽ ഇന്നലെ രാത്രി എത്തി. അതിനുശേഷം ലേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലേ പാലസിൽ വന്നിരിക്കുകയാണ്. ലേ പാലസിൻ്റെ അടുത്ത് വരെ ബൈക്ക് വരും. ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു കയറാം. അനീഷ് അതിലൂടെ നടന്നു കയറും. നമ്മൾ ഇതിലൂടെ പാർക്കിങ്ങിൽ വന്നിട്ട് കയറുകയാണ്. നടത്താൻ ഇച്ചിരി ഉള്ളൂന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ലേ പാലസ്. ലേ പാലസിലൂടെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ലേ കാണുക. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ. അതാ ടിക്കറ്റ് എടുക്കണം. എല്ലാവരും ടിക്കറ്റ് എടുക്കണം. എടു. അത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ബുക്കറ്റ്. ഇവിടെ ഇങ്ങനെ ഇതും ചെയ്യാം. Senior citizen of India and visitors FAARC 25 per head. All other nations 300 രൂപ. എന്താ പറയുന്നത്? ഇതിൻ്റെ മുകളിലോട്ട് കയറണം. ലേ സിറ്റിനെ പറ്റിയുള്ളൊരു വിവരണം ഇതിൽ കൊടുത്തിട്ടുണ്ട്. The monument has been declared to be national importance under the Ancient Monuments and Archaeological Sites and Remains Act 1958 as updated by the Ancient Monument and Archaeological Sites and Remains 2010. Protected monument. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് മുകളിൽ ഞാൻ വായില്ല. ഇങ്ങോട്ട് കയറാം. വാ. ഇവിടെ തണുപ്പൊക്കെ കുറവാട്ടോ. സൂര്യൻ അടിക്കുമ്പോൾ നല്ലോണം ചൂടൊക്കെ. ക്യാമറ എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ പറയാൻ ക്യാമറ എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. ഇവിടെ വരെ നമുക്ക് ഇനി ഓഫ് ചെയ്യട്ടെ. മുകളിൽ നിന്ന് ആദ്യത്തെ കയറിയിട്ടുള്ള ലേയുടെ വ്യൂ ആണ്. നമ്മൾ ലേ പാലസ് കണ്ടതിന് ശേഷം വേറൊരു മൊണാസ്ട്രി ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വലിയ തണുപ്പൊന്നുമില്ല. ഗ്ലൗസൊക്കെ ഇടാണ്ട് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ സിറ്റിയിൽ ഭയങ്കര പോലീസാണ്. ട്രാഫിക് പോലീസ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കിടന്നുകൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വിടാം അങ്ങനെയൊന്നും പറ്റത്തില്ല. ചാലാൻ അടിച്ച് തരും അപ്പം തന്നെ. പിന്നെ ഹെൽമെറ്റ് മസ്റ്റാണ്. നമ്മളിവിടെ വന്നേക്കാണ്, അതുകൊണ്ട് ഹെൽമെറ്റ് ഇടാതെ പോകാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. അടുത്താണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹെൽമെറ്റ് എന്തായാലും ഇടണം. അതില്ലാതെ കൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് ഇട്ടിട്ട് പോകണം. ഹെൽമെറ്റ് ഈസ് മസ്റ്റ്. അപ്പം ഞാനിവിടെ വന്ന് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. മുമ്പ് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാനത് കെട്ടിയില്ല. അവിടെ ലേല എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കെട്ടെന്ന് വിചാരിച്ചായിരുന്നു ഒരു ടിബറ്റൻ ഫ്ലാഗ്. അത്
ലേ പാലസിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ലേ പാലസ് ഇതൊരു മെയിൻ സ്ഥലമാണെന്നാണ് അതിൽ എഴുതി. 16th century ഇവിടുത്തെ മെയിനായിട്ടുള്ള രാജാവ് ഉണ്ടാക്കിയതാണ്. 9 നിലയുണ്ട്. പക്ഷെ 9 നില നമുക്ക് ഫീൽ ചെയ്തില്ല, കുഞ്ഞു കുഞ്ഞു നിലകളാണ്. അത് കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ്, അതൊരു മെയിൻ സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിച്ചപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെയുള്ള മൊണാസ്ട്രീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. നമ്മൾ ശാന്തി സ്തൂപ കാണാൻ വന്നിരിക്കുകയാണ്. അതിന് पैसे नहीं चाहिए? ये इसका कितना है? ये शेयर वाला 100 रुपये। 100 कितना में दे देगा आप? 100 रुपये। 250 में 100 में दे देगा? नहीं ചോദിക്കേണ്ടത് എല്ലാവരും ആർക്കും ചെയ്താണ് നേരത്തെ. ആ എന്താ 100 റുപ്യൻ്റെ സാധനം 50 റുപ്യ കിട്ടണം. പിന്നെന്താ 100 റുപ്യ കിട്ടണം കൊടുക്കാനാ? അന്നേരം അവർ പറയല്ലോ എത്ര എന്തേലും കത്തി പറക്കരുത്. This is ശാന്തി സ്തൂപ. ഭയങ്കര രസമാണ്. कितना और चाहिए? हाँ नहीं 2 और 3 और नहीं 2 और 2 और हाँ तो 2 और में रन बनाने के उस साइड 4 सीधा इधर भी 4 ठीक है? बस किए क्रॉस। हाँ इधर भी 4 अगर उधर मारा तो फिर मारूंगा तो हाँ वो साइड मारेगा तो आउट। हाँ सीधा गाड़ी को पड़ा तो आउट। हाँ बाड़ी का टच करेगा तो कुछ यही नहीं, इसके बाद आउट। बस इधर ही खेलना है। चलो अरे जूता लगा के आना ना। जूता वो लगेज में ठीक है, प्रॉब्लम नहीं है। वो क्या है? विकेट मारते दो। ये क्या कर रहा है? उसको वो साइड मारने के लिए, इसलिए
ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഞാനും വൈഫും പുള്ളി ചെക്കനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കളി കഴിഞ്ഞു. നമ്മൾ എത്ര എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇവൻ തന്നെ ബാറ്റിങ്. അവൻ്റെ ബാറ്റിങ് കണ്ടോ, അവൻ ഭയങ്കരമായിട്ട് അടിക്കും. എൻ്റെ പൊന്നെ, അത് ഇങ്ങോട്ട് വന്നതിന് കിട്ടിയാണിപ്പോൾ. ഞാൻ കാണിച്ചു തരാം, അവൻ്റെ ടീഷർട്ട് കാണിച്ചു തരാം. 1 മിനിറ്റ്, ടീഷർട്ട് ദിഖാओ. क्या लिखा है? नेवर एवर സ്റ്റോപ്പ് പ്ലേയിങ്. ऐसे लिखा है. അമ്മേ കുറച്ച് പുറകോട്ട് പോട്ടെ, അല്ലേ അവൻ അടിച്ചെന്നെ. അങ്ങനെ നമ്മൾ ലേയിൽ 2 സ്ഥലം കവർ ചെയ്ത് ഇപ്പം ലേ മാർക്കറ്റിൽ പോയി പർച്ചേസിക്ക് പോവുക. അറിയത് എല്ലാവരും റെഡിയായി പോവാണ്. ബൈക്ക് റെൻറ്റിന് വേണമെന്ന് ചോദിക്കുന്നത് ഓൾറെഡി ഉണ്ടല്ലോ. ആ ഇവിടെ എന്തൊരു പാവെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വലിയ പോകുന്നില്ല. ഇവിടെ ഒരു മാർക്കറ്റാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സാധനം ഇതിൻ്റെ അകത്തുനിന്ന് കയറിക്കളയാണ്. അതുപോലെ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ പ്രതിമകൾ, പിന്നെ നമ്മുടെ ഫ്ലാഗ് വേറെ എണ്ണം അങ്ങോട്ട് വാങ്ങിക്കണം. വീഡിയോ എടുക്കരുത്, ടച്ച് ചെയ്തിട്ടുണ്ട്. കിട്ടി എൻ്റെ സാധനം. നമ്മുടെ യുവമാരുടെ ഐറ്റം. ഇതുകൊണ്ട് നാട്ടിൽ പോകാൻ പറ്റൂല. നാട്ടിൽ പോകാൻ പറ്റും. നമ്മളെ ഗുർക്കുകളൊക്കെ കയ്യിലിരിക്കുന്നതാണോ അത്? ഇത് എത്രയാണ് ശീക്കരം? कितना का भैया? इनका तो अलग अलग होगा. 1600 के ऊपर चाहिए सारे ना. 600 का 16 सर. 1600. 1600. എങ്ങനെയുണ്ടോ? 200ന് ഒത്തുള്ള കൊടുക്കുന്നു. വാരിപ്പോ അയ്യോ മോനെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കേട്ടോ. इसको डर है अभी तो देखा. അപ്പോൾ പേടിയായിരിക്കും, അതുകൊണ്ട് ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. Come closer. I'll do. See. വലിയ ഫ്ലാഗ്. You feel the soothing? Yeah. All right. Yeah. Just close your eyes. Feel it. Yeah. कितना का? These are handmade, so these are 3,500 ounces. 5,500 rupees ആണ് ആ സാധനത്തിന്. If you want a cheaper one. मैं एक बार ट्राई करूँ? हाँ बिल्कुल भाई ഇടാവും. आप मैं लेफ्ट हैंड. अच्छा लेफ्ट हैंड है तो फिर वैसे बजाना पड़ेगा. എന്നിട്ട് ഞാൻ അത് ട്രൈ ചെയ്യാൻ പോവാണ്. ऐसा है ना पकड़ना? हाँ ऐसे चलाओ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല. എന്തൊക്കെയുള്ള ഐറ്റംസ് ഭയങ്കര രസമാണ് കാണാൻ. ഇതുണ്ട് നമ്മൾ മറ്റേ ഇങ്ങനെ കറക്കും സാധനം, കത്തി, വിഗ്രഹം പോലത്തെ ഐറ്റംസ്.
ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. കിച്ചണുകൾ മറ്റേ സാധനമുണ്ട്, സൗണ്ട് വരുന്ന സാധനം. അങ്ങനെ നല്ലത്. ഇവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഉണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ വലിയ തുണി പോലത്തെ സാധനമുണ്ട്, ചുമരിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ചുമ്മാ റൂമിലെ സാധനം മാറ്റിയിട്ട് ഈ സാധനം വെക്കാൻ വേണ്ടി ചുമ്മാ വില ചോദിച്ചതാണ്. ജസ്റ്റ് 1.5 ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ. ഭയങ്കര വില. ചെറിയ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇതും നല്ല രസമുള്ളതായിരുന്നു. Wheel of time. Wheel of time. Yes, 6 of country. Okay. Gods, realms, God, then gods, Okay. gods, heads, how This- goes and human. This is called Wheel of Time. Wheel of life. Life. Okay. Circle of life. Circle of life. This is most important wheel of. Okay. तो आप करेंगे ऐसे वाला ड्राइंग? Nazi. പുള്ളിയൊക്കെ ഒന്ന് കണ്ടോ, പുള്ളി ചെയ്യും പോലെ ഇതുപോലത്തെ ഡ്രോയിങ് ഒക്കെ. ഞാൻ വിചാരിച്ചു പുള്ളി ഫുൾ സെയിലിംഗ് മാത്രമാണ്, പുള്ളി ചെയ്യും പോലെ ഈ പെയിൻറ്റിങ് ഒക്കെ. भारत തന്നെ. आप लोग कहाँ से? हम लोग केरला से हैं. थांका पेंटिंग बोलते हैं, थांका. टांका. थांका. आप नेट में भी चेक कर सकते हैं. हाँ. It's called by थांका. हाँ जितने भी पेंटिंग्स है, हाँ. it's called by थांका. टांका पेंटिंग. Thangka paintings, Thangka art. ठीक है ठीक है. It belongs in the Himalayan Buddhism. हिमालयन बुद्धिज्म. Himalayan Buddhism. जितने भी पेंटिंग है, it's all the philosophy. ओके थेसिस का जो बुद्धिस्ट फिलोसफी का पेंटिंग्स है. हाँ. बुद्धिस्ट फिलोसफी ओके ओके. बहुत इंटरेस्टिंग है. आप जब मोनेस्ट्री घूमेगा ना, हाँ यू विल विजिट मोनेस्ट्री, देन मॉन्क. हाँ. अब मॉन्क आपको पता आएगा इसके बारे में, सारा के बारे में. ठीक है ठीक है. മോണാസ്ട്രിയിലൊക്കെ പോകുന്നതിന് അവിടെ നിന്ന് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നു. കാരണം ഇതൊക്കെ എന്തൊക്കെയാണ് ഈ വരച്ചിരിക്കുന്നതെന്ന്. ഓക്കെ താങ്ക് യു ഭയ്യ. Okay, welcome. താങ്ക് യു. പുള്ളി വീഡിയോ ഫോണിൽ കാണിച്ചു തരും എങ്ങനെയാണ് ഇതൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്നത്. കണ്ടോ, ഓരോന്നോരോന്നായിട്ട് ചെയ്താണിത്, ഇത്രയും ഡീറ്റെയിലിങ് ചെയ്താണിത് ഇങ്ങനെയൊക്കെ ആവുന്നത്. लेडीज ही बनाता है इसे फाइबर की. लेडीज बना रही है. ठीक है. ये गोल्ड का होता है, ये सारा 24 कैरेट गोल्ड का है. ये देखो പുള്ളി പറയുന്നത് ഇത് ഗോൾഡാണ്. ഈ ഇരിക്കുന്നത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇതുപോലെയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ. इसमें ये रहता है गोल्ड का है. गोल्ड मिक्स्ड. रियल गोल्ड. हाँ, रियल गोल्ड. रियल गोल्ड. शाइनिंग है ना, പുള്ളി शाइनिंग. പറയുന്നത്. शाइनिंग और रियल गोल्ड. ഓക്കെ. It's all real gold. गोल्ड रियल गोल्ड. Real gold. ओ पेंटिंग है सारा रियल गोल्ड का है. हाँ हाँ. तो इसके वजह से महंगा हो रहा है. हाँ. ओके. അതുകൊണ്ടാണ് പൈസ കൊടുക്കുന്നത്. സമझिए. ठीक है भैया, फिर मिलते हैं. Okay, okay. താങ്ക് യു. നല്ല മനുഷ്യൻ. വെറുതെ വാങ്ങി വരുന്നു, ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ താഴോട്ടാണ് മാർക്കറ്റ്, അങ്ങോട്ട് പോവാം. ലേ മാർക്കറ്റിൽ രാത്രി ലേ മാർക്കറ്റ് കാണാം.
പോയിട്ടുണ്ട് ഓരോ റൈഡ്. ഓരോരോ ഇവിടെ ചെയ്ത് വരും. അൽവാഫെ അള്ളാൻ്റെ പോനെ അൽവാ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് പരിപ്പളക്കാനല്ല അത് വഴുക്ക ചെയ്യാനാണ്. ചെല്ലി ആ മതി 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 മാറിക്കോ. എല്ലാവരുടെ ആഗ്രഹം അനീസിൻ്റെ തിരിക്കണം, നല്ല തിരിക്കണേ എനിക്കാണ്. അനീസിന് എല്ലാം അറിയാം. SBIൻ്റെ ATM ഉണ്ട് ലേ മാർക്കിൻ്റെ അകത്തുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ കമ്പനി ചെല്ലടാ അനിസാരില്ല. അനീഷിന് കുടിക്കാം, അനീഷിന് കുടിക്കോ? അനീഷ് സ്റ്റെപ്പ് പറ്റുന്നില്ല, ഞാനിത് തള്ളിയതാ. എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നേരത്തെ ലേസിക്ക്